ഡോക്ടർ ബല്ലു എല്ലായ്പ്പോഴും തന്റെ ലബോറട്ടറിയിൽ പുതിയ പരീക്ഷണങ്ങളിലായിരിക്കും. ലോകം തന്നെ എന്നെ തിരിഞ്ഞു നോക്കുന്ന തരത്തിൽ ഒരു വലിയ സയന്റിസ്റ്റായി ഞാൻ മാറും, കണ്ടോ? നാളെ എന്റെ ഈ പുതിയ മരുന്ന് ഞാൻ ആനയിൽ പരിശോധിക്കും. അടുത്ത ദിവസം തന്നെ തന്റെ പുതിയ മരുന്നിന്റെ പരീക്ഷണാർത്ഥം ബല്ലു ആനയെ തന്റെ ലാബിലേക്ക് ക്ഷണിച്ചു. എന്റെ ആനച്ചേട്ടോ, ഈ മരുന്നില്ലേ, ഇഞ്ചക്ഷൻ മൂലം ഞാൻ നിങ്ങളുടെ ബോഡിയിൽ കുത്തികയറ്റും. ഓക്കെ, അതോടുകൂടി നിങ്ങളുടെ ശക്തി പല മടങ്ങ് വർദ്ധിക്കും. ഒരു ഡൈനോസറിനെക്കാളും ശക്തിമാനായി മാറും നിങ്ങൾ, മനസ്സിലായോ? ഓഹോ, എന്നാൽ എനിക്ക് കാട്ടിലെ രാജാവായി മാറാലോ? എന്റെ ചേട്ടാ, ഈ കാടിന്റെ രാജാവ് മാത്രല്ല, ഈ നാടിന്റെ തന്നെ രാജാവാ നിങ്ങൾക്ക്. ഈ നാടിന്റെ തന്നെ രാജാവാകാന്ന് കേട്ടതോടെ ആനയ്ക്ക് സന്തോഷായി. എടാ, എനിക്ക് ഈ നാടിന്റെ രാജാവാകണം. നീ വേഗം ഇഞ്ചക്ഷൻ ഒന്ന് ഇട്ടേ, എന്റെ ശക്തി ഡബിൾ ട്രിപ്പിൾ ആവണം. ബല്ലു ആനയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുത്തു. പക്ഷേ നിർഭാഗ്യവശാൽ മരുന്ന് മാറിപ്പോയതുകൊണ്ട് ഫലൻ പ്രതികൂലമായി ഭവിച്ചു. ആന ചെറുതായി പോയി. അയ്യോ അയ്യോ, എനിക്ക് എന്തോ പറ്റിയത്? എന്റെ ഹൈറ്റ് ചെറുതായിക്കൊണ്ടിരിക്കുന്നു. എടാ ബല്ലു, എന്താണ് അതൊക്കെ? എന്നെ വേഗം വലുതാക്കടാ ബല്ലു, എന്നെ ചതിച്ചല്ലോടാ. ഇതെങ്ങനെ നടക്കും? ഞാൻ അറിയാതെ വേറെ ഏതെങ്കിലും മരുന്ന് മിക്സ് ചെയ്താണോ? എന്നോട് ക്ഷമിക്കണം ആനച്ചേട്ടാ. ഒരു ധൃതിയിൽ ഞാൻ നിങ്ങൾക്ക് തെറ്റായ മരുന്നാ ഇഞ്ചക്ട് ചെയ്തത്. ചേട്ടൻ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരാഴ്ചക്കുള്ളിൽ ചേട്ടനെ പഴയ പോലെ ആക്കി തരാം, സത്യം. ഒരാഴ്ചയോ? എടാ, ഒരാഴ്ചക്കുള്ളിൽ വേറെ ഏതെങ്കിലും മൃഗങ്ങൾ എന്നെ വന്ന് അടിച്ച് തിന്നുവടാ. നിങ്ങൾ വിഷമിക്കല്ലേ ആനച്ചേട്ടാ, നിങ്ങൾ ശരിയാവുന്ന വരിക്കും ഇവിടെ തന്നെ കൂടിക്കോ. എനിക്ക് കുറെ സ്ഥലമില്ലേ ഇവിടെ, നിങ്ങൾ വെറുതെ വിഷമിക്കല്ലേന്ന്. പിറ്റേ ദിവസം ഡോക്ടർ ബല്ലു തന്റെ മരുന്ന് പരീക്ഷിക്കാനായി തന്റെ ലാബിലേക്ക് ഒരു മാനിനെ വിളിച്ചു വരുത്തി. എന്റെ മാനേട്ടാ, നിങ്ങൾക്കറിയാവോ കാട്ടിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന മൃഗം ഏതാണെന്ന്? അത് ഞങ്ങൾ തന്നെ അല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ കാണാൻ വന്നത്. വേഗം മരുന്ന് തന്ന് എന്നെ പെട്ടെന്നൊരു ഭീകര ജീവിയാക്കി മാറ്റ്, എന്നിട്ട് വേണം ആ സിംഹവും കടുവേന്റെ മുമ്പിൽ ഒരു വിലസാൻ. അങ്ങനെ ഡോക്ടർ ബല്ലു മാനിന്റെ വലിപ്പം കൂട്ടാനായി അവൻ ഇഞ്ചക്ഷൻ കൊടുത്തു. ഇപ്രാവശ്യവും മരുന്ന് തെറ്റിപ്പോയത് കൊണ്ട് ഈ മാനും കുഞ്ഞു രൂപത്തിലേക്ക് മാറി. വല്ലോ, നീ എന്താ കാണിച്ചിരിക്കുന്നത്? വലുതാക്കാന്ന് പറഞ്ഞാലും ശരി, എന്നെ ചെറുതാക്കി മാറ്റിയല്ലടാ. തിരിച്ചു എങ്ങനെ ഒരു കയ്യപ്പതം പറ്റി? മരുന്നെല്ലാം മാറിപ്പോയോ? ഈ ബാച്ച് കളയണം. രാത്രി പുതിയതായിട്ട് ഒരെണ്ണം ഉണ്ടാക്കാം. ബല്ലു ആ ബാച്ചിലുണ്ടാക്കിയ മരുന്നുകളൊക്കെ പുറത്തെടുത്ത് കളഞ്ഞു. അശ്രദ്ധയോടെ എറിഞ്ഞതുകൊണ്ട് 2 ബോട്ടിലുകൾ കൂട്ടിമുട്ടി പൊട്ടി 2ലെയും മരുന്നുകൾ മിക്സായി ഒന്നിച്ചായി. ഡോക്ടർ ബല്ലു രാത്രി മുഴുവൻ കുത്തിയിരുന്ന് പരീക്ഷണങ്ങൾ തുടർന്നു. ഈ സമയത്ത് ലാബിന്റെ പുറത്ത് അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്ന ചമനെലി മരുന്നിന്റെ അടുത്തെത്തി. ഹായ്, കൊള്ളാലോ. ആരോ ഫ്രൂട്ട് ജ്യൂസ് വെളിയിൽ എറിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ഡിന്നർ ഇതന്നെ ആയിക്കോട്ടെ അല്ലേ? ഫ്രൂട്ട് ജ്യൂസ് ആണെന്ന് വിചാരിച്ച് ചമനെലി അത് മുഴുവൻ കുടിച്ചു തീർത്തു. 2 കുപ്പിയിലെ മരുന്നുകൾ മിക്സ് ആയതിനു ശേഷം അത് വികസിക്കാനുള്ള മരുന്നായി മാറി. ഉടനെ തന്നെ ചമനെലി ഭീമാകാരനായി വളർന്നു നിന്നു. എന്റെ ദൈവമേ, ഞാൻ ആകാശമുട്ടം വളർന്നു പോയല്ലോ. ഇനി ഞാനൊരു കളി കളിക്കും. എത്ര കാലായി പൂച്ചകളെ പേടിച്ച് ഞങ്ങൾ എലികൾ ഒളിച്ചിരിക്കുന്നത്. ഇനി ഈ എലിയെ കണ്ട് ആ പൂച്ച പേടിക്കും. പൂച്ച മാത്രല്ല, ഈ കാടിലെ എല്ലാ മൃഗങ്ങളും. ചമനെലി ഭീമാകാരനായ ശേഷം കാട്ടിലെ സകല മൃഗങ്ങളെയും ഉപദ്രവിക്കാൻ തുടങ്ങി. എടാ പൂച്ചകളെ, നിങ്ങൾ ഞങ്ങളുടെ എലികളെ മുച്ചൂട് മുടിപ്പിക്കാൻ ജനിച്ചവരല്ലേ? ഇന്ന് മുതൽ നിങ്ങളുടെ കാലൻ ഞാനടാ. ഭീമാകാരനായ എലിയെ കണ്ട പൂച്ച പേടിച്ചോടി. ഓടുന്നത് കണ്ടില്ലേ പേടിത്തൂറികളെ. അങ്ങനെ പോകുമ്പോഴാണ് ചമനെലിയുടെ മുമ്പിൽ ഒരു ചീറ്റ വന്ന് പെട്ടത്. ഒരു വലിയ മൃഗം, കാണാൻ എലി പോലെ ഇരിക്കുന്നു. ഞാൻ ആരാണെന്നല്ലേ നീ ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ എന്തിക്കണ്ടടാ, ഞാൻ എലി ഭഗവാനാണ്. ആരൊക്കെയാണോ എലികളെ ഇത്രയും കാലം ഉപദ്രവിച്ചത് അവരെല്ലാം കൊല്ലാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നീ ജീവനോടെ തിരിച്ചു പോവില്ല. ഭീമാകാരനായ എലിയെ കണ്ട ചീറ്റയും അവിടെ നിന്ന് ഓടിപ്പോയി. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഭീമാകാരനായ എലിയെക്കുറിച്ചുള്ള വാർത്ത കാടെങ്ങും പരന്നു. പേടിച്ചു പോയ മൃഗങ്ങളൊക്കെ സിംഹത്തോട് കാര്യം അവതരിപ്പിക്കാൻ അവിടെ എത്തി. സിംഹരാജാവ് ജയിക്കട്ടെ. ഇന്നെന്താ എല്ലാവരും ചേർന്നാണല്ലോ ദർബാറിൽ എത്തിയിട്ടുള്ളത്? എന്താ കാര്യം? കാര്യങ്ങളൊന്നും ശരിയല്ല രാജാവേ. രാജാവേ, കാട്ടിലൊരു ഭീകര രൂപിയായി എലി വന്നിരിക്കുന്നു. എലി ഭഗവാൻ എന്നാ പറഞ്ഞത്. അവൻ കാട്ടില് അക്രമം അഴിച്ചുവിടുകയാണ്. ഞങ്ങളുടെ ജീവിതം കട്ട പുകയുമാ രാജാവേ. എല്ലാ പൂച്ചകളെയും വധിക്കുന്നാണ് പറഞ്ഞത് രാജാവേ. സിംഹരാജാവ് മൃഗങ്ങളുടെ ഭയവും സങ്കടവും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് ചമനേലിയുടെ അമ്മ കടന്നു വന്നത്. മഹാരാജാവേ, 3 ദിവസമായി എന്റെ മോനെ കാണാതായിട്ട്.
എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരണേ. തീർച്ചയായും ഞാൻ നിന്റെ മകനെ അന്വേഷിച്ച് കണ്ടെത്താം. ഇപ്പോ നിങ്ങൾ വീട്ടിലേക്ക് പോകും. എലിപ്പെണ്ണ് പോയ ശേഷം മഹാരാജാവ് അവരോട് പറഞ്ഞു, ആ അമ്മയുടെ കാണാതായ മോനാണോ ആ ഭീമാകാരനായ എലി? ആകാൻ വഴിയില്ല, ഇവൻ ഭീമാകാരനാണ്. ആ അമ്മയുടെ മോനൊന്നും അല്ല ഇവൻ. അതേ രാജാവേ, ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ. അവനൊരു ഭീകരരൂപിയായ എലിയാണ്. മൃഗങ്ങളൊക്കെ ഈ കാര്യം പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചമനെലി വരുന്നതിന്റെ വലിയ കാലൊച്ച കേട്ടത്. തങ്ങളെ നോക്കി വരുന്ന ഭീമാകാരനായ ചമനെലിയെ കണ്ട് മൃഗങ്ങൾ പേടിച്ചു വിറച്ചു തുടങ്ങി. അവൻ വന്നു രാജാവേ. അയ്യോ, ഞങ്ങളെ രക്ഷിക്കണേ രാജാവേ. അവൻ അടുത്ത് വന്നു രാജാവേ. ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നീയാണ് സിംഹരാജാവല്ലേ? നീയാണ് ഈ കാട്ടിലെ രാജാവെന്ന് സ്വയം പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. ഇന്ന് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം നിന്റെ രാജ്യം അവസാനിക്കും. മനസ്സിലായില്ല. 3 ദിവസം ഞാൻ നിനക്ക് കൊടുക്കുന്ന സമയമാണ്. സിംഹാസനം ഒഴിയണം, അല്ലെങ്കിൽ ഞാൻ പറിച്ചെടുക്കും. കാട്ടുവാസികളെ എല്ലാവരും കേട്ടോളൂ, 3 ദിവസം കഴിഞ്ഞ് ഞാനായിരിക്കും കാട്ടിലെ പുതിയ രാജാവ്. ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ നിയമം. ഞാൻ പറഞ്ഞത് ആരും കേട്ടില്ലെങ്കിൽ അനുസരിക്കാത്തവർക്ക് മരണമാണ് ശിക്ഷ. ഭീമാകാരനായ എലിയുടെ വാക്കുകൾ കേട്ട മൃഗങ്ങൾ പേടിച്ചു. പിറ്റേ ദിവസം സിംഹരാജാവ് തന്റെ മന്ത്രിയായ കുറുക്കന്റെ ഒപ്പം ഈ കാര്യം സംസാരിച്ചുകൊണ്ട് കാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്റെ കുറുക്കച്ച. ഈ കഷ്ടകാലവും അങ്ങനെ തന്നെ നിൽക്കില്ല. ഇതും അങ്ങനെ കടന്നുപോകും. അതൊക്കെ ശരി തന്നെ, പക്ഷെ നമ്മുടെ കാടിന്റെ സമാധാനം എങ്ങനെ തിരിച്ചെടുക്കും? അതെല്ലാം ഭഗവാന്റെ കയ്യിൽ വിട്ടേക്ക്. നമ്മുടെ ചിന്തകൾ അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് ഭഗവാന്റെ ലീലകൾ തുടങ്ങുന്നത്. ഈ പ്രശ്നത്തിന് ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കാണിക്കും. ഇപ്പോൾ ഭഗവാനിൽ പ്രതീക്ഷ അർപ്പിച്ചു ജീവിക്കുകയാണ് കാട്ടുമൃഗങ്ങൾ. ഇവിടെയാണെങ്കിലോ തന്റെ മരുന്ന് പ്രയോഗം തെറ്റിയതുകൊണ്ട് ശരീരത്തിന്റെ വലിപ്പം കുറഞ്ഞ മാനിനെയും ആനയെയും ഓർത്ത് ഡോക്ടർ ബല്ലു രാത്രി മുഴുവൻ പരീക്ഷണം നടത്തി ഒരു മരുന്ന് കണ്ടുപിടിച്ചു. യുറേക്കാ, ഞാൻ മരുന്ന് കണ്ടുപിടിച്ചു. എന്റെ ഈ മരുന്ന് മൂലം ക്ഷുദ്രജീവികൾ പോലും ഭീമാകാരമാവും. ഭീമാകാരമായവ ചെറുതായും. പുതിയ മരുന്നും കൊണ്ട് ഡോക്ടർ ബല്ലു ആനയുടെയും മാനിന്റെയും അടുത്തെത്തി. ആനച്ചേട്ടാ, മാനേട്ടാ, നിങ്ങളുടെ കഷ്ടകാലം തീർന്നു. ചെറിയ മൃഗങ്ങളെ വലുതാക്കാനും വലിയ മൃഗങ്ങളെ ചെറുതാക്കാനുള്ള മരുന്ന് ഈ ബല്ലു കണ്ടുപിടിച്ചു. എത്രയും പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുക എന്റെ ബല്ലു. എന്നെയും ഇപ്രാവശ്യം കുറച്ച് ശ്രദ്ധിച്ചു ചെയ്യടാ. ഇനിയും ചെറുതായി കഴിഞ്ഞാൽ ഞാൻ കാണാതായിപ്പോ. വിഷമിക്കേണ്ട ആവശ്യമില്ല, ഈ പ്രാവശ്യം എല്ലാം ശരിയാവുന്നേ. ഡോക്ടർ ബല്ലു അപ്പോൾ തന്നെ അവർ രണ്ടുപേർക്കും പുതിയ മരുന്ന് കുത്തിവെച്ചു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അവർ രണ്ടുപേരും പൂർവ്വ രൂപത്തിലേക്ക് വന്നു. ഓ, ഇപ്പോഴാ ഞാനൊരു ആനയായി തീർന്നത്. ഞാൻ മാനായും. സന്തുഷ്ടരായ രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോഴാണ് ദൂരെ നിന്നും രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ശബ്ദമിട്ടുകൊണ്ട് ഓടി വരുന്ന മൃഗങ്ങളെ കണ്ടു. രക്ഷിക്കണേ രക്ഷിക്കണേ രക്ഷിക്കണേ, ഞങ്ങളെ ആരെങ്കിലുമൊക്കെ രക്ഷിക്കണേ രക്ഷിക്കണേ. ഈ എലി ഞങ്ങളെ കൊല്ലുവേ, രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. പേടിച്ച് നിലവിളിച്ച് ഓടി വരുന്ന മൃഗങ്ങളെ കണ്ട രണ്ടുപേരും ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരുന്നു. ആനച്ചേട്ടാ, ആനച്ചേട്ടാ, ഇവരെന്തിനാ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓടി വരുന്നത്? ഒന്നും മിണ്ടാതിരിക്കടാ, നമുക്ക് മെല്ലെ മെല്ലെ മനസ്സിലായിക്കോളൂ. ഇന്ന് മുതൽ ഞാനാണ് കാട്ടിലെ രാജാവ്. ആ സിംഹരാജാവിനെ ഞാൻ വെറുതെ വിടില്ല. ഈ കുഞ്ഞനെലി എങ്ങനെ ഇത്രയും വലുതായത് ആനച്ചേട്ടാ? ഇവരാ ബല്ലുവിന്റെ മരുന്ന് കുടിച്ചു എന്നാ എനിക്ക് തോന്നുന്നത്. ഭീമാകാരനായ എലി സിംഹരാജാവിനെ അന്വേഷിച്ച് ഓടി നടക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു മരത്തിന്റെ പിന്നിൽ നിന്നും സിംഹം പുറത്തേക്കിറങ്ങി. മഹാരാജാവ് അങ്ങിവിടെ. ആ, അത് എലികളുടെ ഭഗവാനാണത്രേ. എന്നെ കൊന്ന് ഈ കാട്ടുരാജ്യം പിടിച്ചെടുക്കാനാണ് അവൻ ഓടുന്നത്. രാജാവേ, ഇവൻ എലി ദൈവമൊന്നും അല്ല, ഇവൻ വെറും ഒരു ചുണ്ടനെലിയാണ്. അതെങ്ങനെ സംഭവിക്കും? ഒരു കുഞ്ഞനെലി ഇത്ര ഭീകരനാവുന്നത് എങ്ങനെ? എന്റെ കാടിന് ആരുടെയോ കണ്ണുകൊണ്ടിരിക്കുന്നു. ഇനി ദൈവത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. രാജാവേ, അങ്ങക്ക് ഈ പ്രശ്നത്തിന് പെട്ടെന്നൊരു പരിഹാരം വേണം. ആ, ഞങ്ങളുടെ കൂടെ വരൂ. അവർ രണ്ടുപേരും സിംഹരാജാവിനെയും കൊണ്ട് ഡോക്ടർ ബല്ലുവിന്റെ സമീപത്തെത്തി. ഡോക്ടർ ബല്ലു, കാട് അപകടത്തിലാണ്. നിങ്ങൾക്ക് മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ. പറയൂ മാനേട്ടാ, ഞാൻ എങ്ങനെയാ സഹായിക്കേണ്ടത്? കാട്ടിലൊരു ഭീകര എലി എവിടെ നിന്നോ വന്നിരിക്കുന്നു. സിംഹരാജാവിനെ തട്ടിക്കളഞ്ഞ് നമ്മുടെ രാജ്യം കൈക്കലാക്കാനാണ് അവന്റെ പ്ലാൻ. അതുകൊണ്ട് നിന്റെ മരുന്ന് ഉപയോഗിച്ച് രാജാവിന്റെ രൂപം വലുതാക്കണം. എന്നെ വലുതാക്കണമെന്ന് പറയുന്നതൊക്കെ ശരി, പക്ഷേ ഇതെങ്ങനെ സാധ്യമാക്കും? അത് എളുപ്പമാണ് രാജാവേ. ഞാൻ കണ്ടുപിടിച്ച മരുന്ന് വെച്ച് ചെറിയ ജീവികളെ വലുതാക്കാനും വലിയ ജീവികളെ ചെറുതാക്കാനും പറ്റും.
അങ്ങനെയെങ്കിൽ കാട് സംരക്ഷിക്കാനായി എന്നെ വേഗം വലുതാക്കൂ ഡോക്ടർ ബല്ലു. സിംഹം പറഞ്ഞത് കേട്ട ഉടനെ തന്നെ ഡോക്ടർ ബല്ലു സിംഹത്തിന് ഒരു ഇഞ്ചക്ഷൻ കുത്തിവെച്ചു. അപ്പോൾ തന്നെ സിംഹം ഭീമാകാരനായി. എന്റെ ദൈവമേ, ഞാൻ എത്ര വലുപ്പത്തിലുള്ള സിംഹമായി മാറി! ഒരു അതിശയ മരുന്ന് കഴിച്ച് അതിശയിക്കുന്ന വലുപ്പത്തിൽ ഭീകരനായി മാറി ഞാൻ. ഇനി ഞാൻ ആ എലിയെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. മഹാരാജാവേ, അങ്ങൊരു മഹാസിംഹമല്ലേ, അങ്ങ് വെറും ഒരു എലിയുടെ കൂടെ സണ്ട കൂടുന്നത് എനിക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. എങ്കിൽ ഡോക്ടർ പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? മഹാരാജാവേ, നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവൻ പേടിച്ച് മരിക്കും. അവനെ പോലെ ആൾക്കാരോട് ചണ്ട കൂടണം. ഞാൻ പറയുന്ന പോലെ രാജാവ് ഒരു പ്രാവശ്യം ചെയ്യുന്നേ, എന്നിട്ട് നോക്ക് എന്താ നടക്കുന്നതെന്ന്. ഡോക്ടർ ബല്ലു സിംഹത്തോട് ഒരു പ്ലാൻ പറഞ്ഞു. ആ പ്ലാൻ നടപ്പിലാക്കാനായി മന്ത്രി കുറുക്കൻ എലിയെ കാണാൻ പോയി. എലി മഹാരാജാവിന് ജയ് ഹോ. നിങ്ങളെ സിംഹരാജാവ് വിളിച്ചിരിക്കുന്നു. നിങ്ങളെ സിംഹം തന്നെ രാജാവായി പ്രഖ്യാപിക്കാനാണ് പ്ലാൻ. കുറുക്കന്റെ വാക്കുകൾ കേട്ട എലി സിംഹരാജാവിന്റെ അടുത്തേക്ക് പോകാൻ തയ്യാറായി. എവിടെ പോയി നിങ്ങളുടെ സിംഹം? എന്നെ കണ്ട ഉടനെ പേടിച്ച് ഓടിപ്പോയാ? സിംഹരാജാവ് ഇവിടെയുണ്ട്. ഭൂമി കുലുങ്ങുന്നത് പോലെ ശബ്ദമുണ്ടാക്കി ഭീമാകാരനായ സിംഹരാജാവ് അവിടെ എത്തി. ഭീമാകാരനായ സിംഹരാജാവിനെ കണ്ട എലി ഭയന്ന് വിറച്ചു. അല്ല, സിംഹരാജാവ് ഇത്ര വലുതായ? നീ എങ്ങനെ വലുതായോ അതുപോലെ തന്നെ എന്റെ ചമൻ എലിയേ. നിനക്ക് എന്നെ അറിയാമോ? അതെ, നിന്റെ അമ്മ നിന്നെ കാണാതെ അന്വേഷിച്ച് ഇവിടെ എത്തി. പറയടാ മൂഷിക, നിനക്ക് കാട്ടിലെ രാജാവാണല്ലേ? വലിയ രൂപത്തിൽ നിൽക്കുന്ന സിംഹത്തിനെ കണ്ട് എലിക്ക് മനസ്സിലായി സിംഹത്തോട് ഏറ്റുമുട്ടുന്നത് പന്തിയല്ല എന്ന്. എന്നോട് ക്ഷമിക്കണം മഹാരാജാവേ. പെട്ടെന്ന് ഞാനൊരു ഭീമാകാരനായപ്പോൾ എല്ലാവരെയും പേടിപ്പിച്ച് കാട് ഭരിക്കണമെന്ന് അത്യാഗ്രഹം ഉണ്ടായി. എന്നോട് പൊറുക്കണം മഹാരാജാവേ. എടാ മൂഷിക, നീ പേടിപ്പിച്ച് കാട് പിടിച്ചെടുക്കാം, പക്ഷേ മൃഗങ്ങളുടെ മനസ്സെടുക്കാൻ പറ്റില്ല. ഈ സിംഹം ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലെ രാജാവാണ്. രാജാവേ, ഇവൻ ഞങ്ങളെ എല്ലാവരും ഉപദ്രവിച്ചു. ഇവനെ കൊന്നുകളയണം. ഇല്ല, ഒരിക്കലുമില്ല. ഒരു തെറ്റിന് മറ്റൊരു തെറ്റ് ഒരിക്കലും പരിഹാരമല്ല. അങ്ങ് തന്നെ പറയൂ, ഇവനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബല്ലു, ഇവൻ ശരീരം കൊണ്ട് വലുതായതുകൊണ്ടാണ് രാജാവാകാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഒരു രാജാവിന് വേണ്ടത് ബുദ്ധിയും ക്ഷമയും സ്നേഹവുമാണ്. അതുകൊണ്ട് ബല്ലു, ഞങ്ങൾ രണ്ടുപേരെയും മരുന്ന് കൊടുത്ത് പൂർവ്വസ്ഥിതിയിലാക്കൂ. ഡോക്ടർ ബല്ലു ഉടനെ തന്നെ രണ്ടുപേർക്കും പൂർവ്വസ്ഥിതിയിലാകാനുള്ള മരുന്ന് കുത്തിവെച്ചു. പെട്ടെന്ന് തന്നെ രണ്ടുപേർക്കും അവരുടെ പൂർവ്വരൂപം തിരിച്ചു കിട്ടി. ശമനലി ഈ കാട്ടുവാസികളെയെല്ലാം കുറച്ചു സമയത്തേക്കെങ്കിലും പരിഭ്രാന്തരാക്കി. പക്ഷെ ഞാൻ അവനെ കൊല്ലില്ല, കാരണം അവന്റെ അമ്മ അവന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അങ്ങ് മഹാനാണ് രാജാവേ. ഇവന്റെ അമ്മയെ വിളിച്ചു കൊണ്ടുവരൂ. സിംഹത്തിന്റെ ആജ്ഞയനുസരിച്ച് ചമനലിയുടെ അമ്മ അവിടെ എത്തി. അങ്ങനെ വരാൻ പറഞ്ഞിരുന്ന രാജാവേ. അതെ അമ്മേ, നിങ്ങളുടെ മകനെ അന്വേഷിച്ച് കണ്ടെത്തി തരാന്ന് ഞാൻ പറഞ്ഞതല്ലേ. ദാ നിങ്ങളുടെ മകൻ. സന്തോഷമായില്ലേ? മകനെ കണ്ട എലിയമ്മയ്ക്ക് സന്തോഷമായി. അത്ഭുത മരുന്ന് കണ്ടുപിടിച്ചതുകൊണ്ട് ഡോക്ടർ ബല്ലുവിനെ സിംഹരാജാവ് കാടിന്റെ ആരോഗ്യമന്ത്രിയാക്കി പ്രഖ്യാപിച്ചു. ഇത് സുന്ദരവനത്തിന്റെ കഥയാണ്. അവിടെ പലതരത്തിലുള്ള മൃഗങ്ങളും ഒന്നിച്ചു താമസിച്ചിരുന്നു. ആ കാട്ടിൽ ഒരു സിംഹമുണ്ടായിരുന്നു. അവൻ തന്നെയാണ് കേട്ടോ ആ കാട്ടിലെ രാജാവ്. രാജാവ് ഒട്ടും നല്ലവനായിരുന്നില്ല. ആ സിംഹം രക്തദാഹിയും അത്യാഗ്രഹിയുമായിരുന്നു. ഓരോ 2 ദിവസത്തിനിടയ്ക്കും അവൻ ഏതെങ്കിലും ഒരു മൃഗത്തിനെ വേട്ടയാടി കൊല്ലുമായിരുന്നു. നന്നായിട്ട് തിന്നുമായിരുന്നു. ഈ സിംഹത്തിന്റെ ചെയ്തികൾ മൂലം കാട്ടിലെ മൃഗങ്ങളൊക്കെ പൊറുതിമുട്ടി. ഒരു ദിവസം ആ സിംഹം അലഞ്ഞു തിരിയുന്ന ഒരു മാനിനെ തന്റെ ഭക്ഷണത്തിനായി വേട്ടയാടി കൊന്നു. ഈ കാഴ്ച നേരിട്ട് കണ്ട മൃഗങ്ങളൊക്കെ അസ്വസ്ഥരായി. അവരുടെ ഉള്ളിലൊക്കെ ഭീതി ജനിച്ചു. സിംഹത്തെ അവരൊക്കെ ഭയന്നു തുടങ്ങി. ഇതിനൊരു വലിയ പ്രത്യാഘാതമുണ്ടായി. ഈ സിംഹത്തെ പേടിച്ച് മൃഗങ്ങൾക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെയായി. ഒരു ദിവസം കാട്ടിലെ മൃഗങ്ങളൊക്കെ ഒരു കുന്നിൻ ചരിവിലിരുന്ന് ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. കൂട്ടുകാരെ, ഈ സിംഹം നമ്മുടെ ശ്വാസം അടച്ചു പിടിച്ചു വെച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും അതിക്രമിച്ച് വന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ കൊന്നു തിന്നുന്നു. ഇങ്ങനെയാണ് കാര്യത്തിന്റെ പോക്കെങ്കിൽ അധികം വൈകാതെ തന്നെ നമ്മുടെയൊക്കെ പേര് മാത്രമേ അവശേഷിക്കുള്ളൂ. മൊയലച്ചൻ പറഞ്ഞത് ശരിയാണ്. ഈ സിംഹം ഒരു രക്തദാഹിയായ ദുഷ്ടനാണ്. അവന്റെ ദൃഷ്ടി ആരുടെ മേലെയാണോ പതിയുന്നത്, ഈ സിംഹം അതിനെ കൊന്നു തിന്നിരിക്കും. അതിൽ ഒരു സംശയവും ഇല്ല. ആ ദുഷ്ടസിംഹം എന്റെ ചേച്ചി കൊന്നു. എനിക്ക് പേടിയാ.
നിമിഷം പോലും നിൽക്കില്ല. എന്നേക്കുമായി ഞാൻ ഈ കാട് ഉപേക്ഷിച്ച് പോകുകയാണ് കൂട്ടുകാരെ. ഞാനും അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂട്ടുകാരെ, ജീവനുണ്ടെങ്കിലേ ജീവിതമുള്ളൂ. ഇവിടെ നിന്ന് നമ്മുടെ ജീവൻ അപകടപ്പെടുത്തുന്നതിലും നല്ലത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ബാക്കിയുള്ള കാലം സന്തോഷമായി ജീവിക്കാൻ നോക്കാം. നമ്മളെല്ലാവരും ഈ കാട് വിട്ട് പോകാം. എന്താ? എനിക്ക് ആ സിംഹത്തിന്റെ അടുത്ത് ജീവിക്കണ്ട. എനിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെ മൃഗങ്ങളൊക്കെ ഈ കാട് വിട്ട് പോയി കഴിഞ്ഞാ പിന്നെ പക്ഷികളായ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങള് പോയാ പിന്നെ കാടിന്റെ ചൈതന്യം പോവില്ലേ? ഞങ്ങൾ ഇവിടെ താമസിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഞങ്ങളും നിങ്ങളുടെ കൂടെ വരാൻ തീരുമാനിച്ചിരിക്കുക. എവിടെയെങ്കിലും പോയി ജീവിക്കാം. എന്താ? ആ കാട്ടിലെ ജീവജാലങ്ങളെല്ലാം ആ കാട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അവിടേക്ക് ആ എലിയച്ഛൻ വന്നത്. അവനാണെങ്കിലോ ആദ്യ ബുദ്ധിശാലിയായിരുന്നു. നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നത് കൂട്ടരെ? ഇത് നമ്മുടെയും കാടാണ്, മറക്കണ്ട. നമ്മുടെ ഈ സമൂഹം സ്നേഹം കൊണ്ട് ഉണ്ടായതല്ലേ? എത്ര അധ്വാനിച്ചിട്ടുണ്ടാക്കിയ മനോഹരമായ കാടാണിത്. വെറും ഒരു സിംഹത്തെ പേടിച്ചിട്ടാണോ നിങ്ങളൊക്കെ ഈ കാട് വിട്ട് പോകുന്നു എന്ന് തീരുമാനമെടുത്തിരിക്കുന്നത്? വേറെ ഒരു മാർഗമില്ലല്ലോ. ആ സിംഹത്തിന്റെ ഭക്ഷണമാവാൻ വേണ്ടി ഇവിടെ ഇരിക്കണോ? ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതം വലുതാണ്. എടോ മൊയലച്ച, ഭയന്നവന് ജീവിതമില്ല ഈ ഭൂമിയിൽ. ജീവിക്കണമെങ്കിലേ ധൈര്യം വേണം. പേടിച്ച് ജീവിക്കുന്നതേ മരിക്കുന്നതിന് തുല്യമാണ്, മനസ്സിലായ? എടോ എലിയച്ച, അവൻ സിംഹമാണ്. സിംഹം, അതും രക്തദാഹിയായ സിംഹം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വാക്ക് തരാം. ആ സിംഹമില്ലേ, അവൻ എത്രയും പെട്ടെന്ന് ഈ കാട് വിട്ട് പമ്പടക്കും. അങ്ങനെ അവൻ പോയില്ലെങ്കിലേ പിറ്റേ ദിവസം മുതൽ അവൻ വേട്ടയാടില്ല. ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോടേ? അതൊക്കെ എന്റെ അടുത്ത് വിട്ടേക്കുന്നേ. നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നോ ഞാൻ എങ്ങനെയാ സിംഹത്തെ ഒരു പൊട്ടൻ പിശരനായി മാറ്റുന്നതെന്ന്. എടാ, അധികം വിളയല്ലേ നീ. ഈ കാട്ടിലെ ഞങ്ങളെപ്പോലെ വലിയ വലിയ മൃഗങ്ങൾക്ക് പോലും ആ സിംഹരാജാവിന്റെ മുടി കൂടെ തൊടാൻ പറ്റുന്നില്ല. പിന്നെയാണ് ഞങ്ങളുടെ വിരലിന്റെ വലിപ്പമുള്ള നീ സിംഹത്തിനെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അവനൊന്ന് തുമ്മിയാ മതി നീ പറന്നു പോവാൻ. വന്നിരിക്കുന്ന ഒരാള്. നീ നടക്കുന്ന കാര്യം എന്തെങ്കിലും പറയടേ. ഞാൻ ചെറുതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ബുദ്ധിയുള്ളവനെ എത്ര വലിയ കാര്യങ്ങളും സാധിക്കാൻ പറ്റും. നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കുന്നേ. ഇത്രയും പറഞ്ഞ ശേഷം ആ എലിയച്ഛൻ ദുഷ്ടനായ ആ സിംഹത്തിന്റെ മടയിലെത്തി. ഇവിടെയാണെങ്കിലോ മൃഗങ്ങളൊക്കെ എലിയച്ഛനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇവൻ മരിക്കാൻ പോവാ. ഇവന് ഹീറോ കളിക്കാൻ പറ്റിയ സ്ഥലം. ഇവന്റെ തലയ്ക്ക് സുഖമില്ലാന്നാ തോന്നുന്നു. ആരുടെ ഗുഹയിലാ പോയത്? അവനാ വില്ലൻ സിംഹരാജാവിന്റെ ഗുഹയിലാണ്. ആ കാലമാടന്റെ മുമ്പ് പോയി നിൽക്കാൻ വലിയ വലിയ മൃഗങ്ങളുടെ തന്നെ മുട്ടിടിക്കും. ഒരു ചുണ്ടക്ക എലിയൻ. ഇവൻ എന്ത് ചെയ്യുന്ന പറഞ്ഞു നടക്കുന്നത്? ഇവിടെ മൃഗങ്ങളൊക്കെ പരിഭ്രമിച്ചിരിക്കുമ്പോൾ നമ്മുടെ എലിയച്ഛനെ പതുക്കെ പതുക്കെ സിംഹത്തിന്റെ അടുത്തെത്തി. അവിടെ കണ്ട കാഴ്ചയെ സിംഹം കൂർക്കം വലിച്ചുറങ്ങുന്നു. ആ ശബ്ദം കേട്ടപ്പോൾ എലിയച്ഛനും ഒന്ന് ഭയന്നുപോയി. എന്റെ അമ്മച്ചിയേ, മൃഗങ്ങളോടൊക്കെ ധീരത കാണിച്ച് ഇവിടെ എത്തി. പക്ഷേ ഈ സിംഹരാജാവിനെ ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യും? ഇവന്റെ വലിയ പല്ല് തന്നെ ഡേഞ്ചറസ് ആണല്ലോ. ഓഹ്, ഇവന്റെ ഒരു ഒറ്റ കടി മതി എന്നെ ചമ്മന്തിയാക്കാൻ. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ചാടിക്കൊണ്ടിരുന്ന എലിയച്ഛന്റെ കാല് സിംഹത്തിന്റെ വാലിൽ തൊട്ടു. സിംഹം പെട്ടെന്ന് ഉണർന്നു. ആരാടാ നീ? ഇവിടെ എന്തിനു വന്നു? രാജാവേ, ഞാനൊരു പാവ എലിയാണ്. എടാ ചുണ്ടനലി, വേഗം പറഞ്ഞോ, നീ എന്തിനാ ഇവിടെ വന്നത്? അല്ലെങ്കിൽ നിന്നെ ഞാൻ അമ്മാനമാടി രസിക്കും, മനസ്സിലായോ? അയ്യോ, അങ്ങനെയൊന്നും ചെയ്യല്ലേ രാജാവേ. എന്നെ കൊല്ലരുത്. ഞാൻ ശരിക്കും അങ്ങേ സഹായിക്കാനാണ് ഇവിടെ വന്നത്. വെറും ഒരു ചെറിയ എലി എന്നെ സഹായിക്കാൻ? നല്ല കോമഡി. ഞാൻ സിംഹമാണ്. സിംഹം ഈ കാടിന്റെ രാജാവാണ്. ഈ കാട് തന്നെ എന്റെ പേര് കേട്ടാൽ വിറയ്ക്കും. എന്നെ സഹായിക്കാൻ നീ വന്നിരിക്കുന്നു അല്ലേ? സിംഹരാജാവേ, ഞാൻ പറയാൻ വന്ന കാര്യം കേട്ടാൽ അങ്ങ് തന്നെ ഞെട്ടിത്തെറിക്കും. സത്യം.
നിങ്ങളുടെ കാലിന്റെ താഴെയുള്ള മണ്ണ് ഒലിച്ചു പോകുന്നത് അങ്ങ് അറിയുന്നില്ല. അങ്ങനെയോ? അതെന്ത് സംഭവമാണ്? കേൾക്കട്ടെ. അതെ, ഞാൻ കുറച്ചു മുമ്പ് വേട്ടക്കാര് ഈ വഴി വരുന്നത് കണ്ടു. അവന്മാരെ ഈ കാട്ടിലെ ഓരോ മരത്തിലും പുൽമേട്ടിലും കുന്നും പുറത്തും ഓരോ പാറക്കല്ലിലും ഒരു തരം മയക്കുമരുന്നിട്ടിരിക്കുകയാണ്. അത് കഴിച്ചു കഴിഞ്ഞാലേ എല്ലാ മൃഗങ്ങൾക്കും ബോധം കെട്ടുപോകും, ആർക്കും ബോധം ഉണ്ടാവില്ല. അതിനുശേഷം ആ വേട്ടക്കാരില്ലേ എല്ലാ മൃഗങ്ങളെയും ഒരു കൂട്ടിലടച്ച് ഈ കാട്ടിൽ നിന്ന് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകും. നീ പറയുന്നതിൽ ഏതെങ്കിലും സത്യമുണ്ടടാ ചുണ്ടലി? ആന്നേ, സത്യമാണ് രാജാവേ. ഇതെന്റെ സ്വന്തം കാതുകൊണ്ട് കേട്ടതാ, എന്റെ കണ്ണുകൊണ്ട് കണ്ടതുമാണ് സത്യം. ഇത് പറയാൻ മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓടി വന്നത്. അങ്ങല്ലേ ഈ കാട്ടിന്റെ രക്ഷകനും ധീരനും എല്ലാമും. ഇനി നിങ്ങൾ ഈ കാട്ടിലെ ഏത് മൃഗങ്ങളെയും കൊന്നു തിന്നാലും അവരുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള മരുന്നേ നിങ്ങളുടെ ഉള്ളിലും വരും. പിന്നെ അങ്ങും ബോധമില്ലാതെ കിടക്കും. പിന്നെ രാജാവിനെയും കൂട്ടിലടച്ച് നഗരത്തിൽ കൊണ്ടുപോകും. ഇല്ല, എന്നെ കൂട്ടിലടക്കാൻ മാത്രം ആരും വളർന്നിട്ടില്ല. എന്റെ ദൈവമേ, ഈ കാട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത്? എന്റെ സിംഹരാജാവേ, ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിക്കാതാണ് അലഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ ഇതുവരെയ്ക്കും പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല. ആ മയക്കമരുന്ന് എന്റെ ഉള്ളിൽ പോയാലേ ഞാനും ബോധം കെട്ട് പോവില്ലേ? പിന്നെ ഞാനും ആ വേട്ടക്കാരുടെ കൂട്ടിന്റെ അകത്താകില്ലേ? അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും ഈ കാര്യം അറിയിച്ചോണ്ടിരിക്കുന്നത്. ഇത് കേട്ട് എല്ലാവരും ഈ കാട് വിട്ട് പോകാൻ തീരുമാനിച്ചു. ഞാനും പോകാൻ പോവാ. എത്രയും പെട്ടെന്ന് അങ്ങും ഈ കാട് വിട്ടോളൂ. അറിയാതെ ഏതെങ്കിലും തിന്നോ കുടിച്ചോ ആവശ്യമില്ലാതെ വേട്ടക്കാരുടെ കൂട്ടിൽ കിടക്കണോ രാജാവേ? സ്ഥലം വിട്ടോളൂ. എന്നാ ഞാൻ വരട്ടെ. ഇത്രയും പറഞ്ഞ ശേഷം എലിയച്ചൻ ഗുഹയിൽ നിന്നും പുറത്തിറങ്ങി അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് സിംഹം ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് ശരിക്കും കേൾക്കാമായിരുന്നു. എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെ പരീക്ഷണങ്ങളാ കാണേണ്ടത്? ഒരിക്കലുമില്ല, ഞാൻ പിടികൊടുക്കില്ല. ഞാനും ഈ കാട് ഉപേക്ഷിച്ച് ദൂരെ എവിടേക്കെങ്കിലും പോകും. ജീവനുണ്ടെങ്കിലേ ജീവിതമുള്ളൂ. ബൈ ബൈ എന്റെ കാടേ. ഇങ്ങനെ സ്വയം പറഞ്ഞ സിംഹരാജാവ് ഗുഹയിൽ നിന്നിറങ്ങി ഒറ്റയ്ക്ക് കാടുപേക്ഷിച്ച് പോയി തുടങ്ങി. കാടുപേക്ഷിച്ചു പോകുന്ന സിംഹത്തിനെ ഒളിച്ചിരുന്ന് കണ്ടത് മൃഗങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായി. അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. എടോ എലിയച്ചാ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. പറഞ്ഞ പോലെ തന്നെ നീ സിംഹത്തിനെ വിരട്ടി ഓടിച്ചു. പുപ്പുലി തന്നെ നീ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ബുദ്ധിശക്തിയുടെ മുമ്പിൽ വലിയ സിംഹവും ഒരു കൊതുകാണ്. കണ്ടാ എങ്ങനെ ഞാൻ എന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് ആ ദുഷ്ടനെ ഇവിടുന്ന് ഓടിച്ചില്ലേ? കൗശലക്കാരനായ എലി കളഞ്ഞുപോയ ആ കാട്ടിലെ സന്തോഷത്തെ തിരിച്ചു കൊണ്ടുവന്നു. അതിനുശേഷം ആ കാട്ടുവാസികളൊക്കെ സ്വതന്ത്രമായി ഭയമില്ലാതെ നടക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.